എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് 24, 25 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ CPOയുടെ കൺഫർമേഷൻ കൊടുക്കാനൊക്കെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ ജൂണിൽ ഇനിയിപ്പോൾ എക്സാം ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി സിവിൽ പോലീസ് ഓഫീസർ അഥവാ CPO എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റെക്കോർഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂർ വരെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർന്ന മെന്റർ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഒരു റെക്കോർഡ് കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് 399 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് CPO റാങ്ക് ഫെയിലും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയങ്ങളായുള്ള റാങ്ക് ഫെയിൽ ആണ്, സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ ഒരു റാങ്ക് ഫെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലോ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലോ ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള verandah.channelgala.com വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞത്, 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കുക, കവേ മദാനി. ആരാണ്? കവേ മദാനിയാണ്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു അവാർഡ് അഥവാ ഈ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കവേ മദാനി എന്ന് പറയുന്നത്. സോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ വാട്ടർ ബാങ്ക്രപ്സി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ചതിനാണ് പുരസ്കാരം. അതായത് നമ്മുടെ ദീർഘകാലമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ജലചൂഷണം കാരണം നമ്മുടെ പ്രകൃതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഴയതിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വച്ചതിനാണ് ഈ പറയുന്ന കവേ മദാനിക്ക് സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2026 ഏപ്രിലാണ് നമ്മുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലെ. നമ്മുടെ കേരളം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ വോട്ടെണ്ണൽ മെയ്യിലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്താണ് അല്ലെ. മെയ് 4-നാണ് എന്ത് ചെയ്യുന്നത്, വോട്ടെണ്ണൽ നടക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്? ഈ വിദ്യ. എന്താണ് ഈ വിദ്യ എന്നുള്ളത്? അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് ഇലക്ഷൻ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മെച്ചപ്പെട്ട പരിശീലനം നൽകുക എന്നുള്ളതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ ഒരു ഈ വിദ്യ എന്ന് പറയുന്ന ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ഇതിന് ആദ്യമായിട്ടാണ്, ഇന്ത്യ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പുറത്തിറക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക. അപ്പോൾ ഈ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിനായുള്ള ഒരു ക്യാമ്പയിൻ. ഇപ്പൊ എന്താ പറഞ്ഞ ഒരു ക്യാമ്പയിൻ ആണ് പറയുന്നത്. ക്യാമ്പയിന്റെ പേരെന്ന് പറയുന്നത് ഗ്രീൻ ബട്ടൺ. എന്താണ്? ഗ്രീൻ ബട്ടൺ എന്നാണ് ക്യാമ്പയിന്റെ പേര്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുക? ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ എന്താണ്? ഗ്രീൻ ബട്ടൺ. ഗ്രീൻ ബട്ടൺ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത് തന്നെ പോകും. എന്തായാലും ഇലക്ഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ കിട്ടുന്ന പോയിന്റ് ഒക്കെ എവിടെയെങ്കിലും ഒരിടത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ പോയിന്റിലൊക്കെ അവിടെ ഒന്ന് കുറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരമായിട്ട് നമ്മുടെ കേന്ദ്രം എന്ത് ചെയ്തിരിക്കുന്നു? ദേശീയ ഡെന്റൽ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇതുവരെ ഉണ്ടായിരുന്ന ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം എന്താണ്? ദേശീയ ഡെന്റൽ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു അല്ലെ, ഒരു കമ്മീഷനാണ് രൂപീകരിച്ചത്. ഒരു കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അതിനൊരു ചെയർപേഴ്സൺ ഉണ്ടാവണമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേശീയ ഡെന്റൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? അത് സഞ്ജയ് തിവാരി. ആരാണ്? സഞ്ജയ് തിവാരിയാണ്. അപ്പൊ ഈ ഒരു പേര് പഠിക്കുക. സഞ്ജയ് തിവാരിയാണ് എന്തിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? നമ്മുടെ ദേശീയ ഡെന്റൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സപ്പോസ് ക്വസ്റ്റ്യൻ അങ്ങനെ ആവാലോ, നിലവിലെ ദേശീയ ഡെന്റൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക.
അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഓഫർ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഓഫർ തന്നെയാണ്. ഈ ഓഫർ ഞങ്ങൾ ഒരു മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് കുറെ കുട്ടികൾ പറഞ്ഞു ഈ ഓഫറിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും പർച്ചേസ് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞത് കാരണമാണ് ഈ ഓഫർ ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ടാലന്റിന്റെ 2024 വരെ പുറത്തിറങ്ങിയ പുസ്തകങ്ങളുടെ ഒരു ഇതാണ് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് 1 കിലോ പുസ്തകങ്ങൾ ഞങ്ങൾ 99 രൂപയ്ക്ക് നൽകുകയാണ്. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ ഒരു 99 രൂപയ്ക്ക് കൊടുക്കുന്നത്, പുതിയ പുസ്തകങ്ങളല്ല കേട്ടോ. അപ്പോൾ മുൻകൊണ്ട പ്രാക്ടീസ് ബുക്കുകളായാലും BQ ബുക്കുകളായാലും സ്പെഷ്യൽ ടോപ്പിക്കുകളായാലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. വെറും 99 രൂപയ്ക്ക് 1 കിലോ പുസ്തകം കിട്ടുന്നതാണ്. സോ എന്തായാലും ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട. അപ്പൊ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ തന്നെ ഉണ്ട്. അതായത് 85 90 57 57 10, അതേപോലെ തന്നെ 85 90 57 57 12 എന്ന് പറയുന്ന നമ്പർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺടാക്ട് ചെയ്തതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ചുരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ലിപുലേഖ് ചുരം അല്ലെ. ലിപുലേഖ് ചുരം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ എന്താണ് പിത്തോറഗഡിനെ ഈ പറയുന്ന ടിബറ്റുമായിട്ട്, ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ് എന്ന് പറയുന്നത് ലിപുലേഖ് ചുരം എന്ന് പറയുന്നത്. സോ അത് എന്ത് ചെയ്യാൻ പോവാണ്, തുറക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോവിഡിന്റെ സമയത്ത് ഇത് ക്ലോസ് ചെയ്തതാണ്. കോവിഡിന്റെ സമയത്ത് 2019 എന്ത് ചെയ്യുന്നു, ഇത് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു ചുരം തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുവഴി കൂടുതലായിട്ടുള്ള വ്യവസായ മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇത് തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ശമ്പളം അടുത്തിടെ താൽക്കാലികമായിട്ട് വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLA മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശമ്പളം എന്ത് ചെയ്തിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. ഏതാണ് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് ആണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ജനപ്രതിനിധികളൊക്കെ തന്നെ അവരുടെ ശമ്പളം എന്ത് ചെയ്തിരിക്കുന്നു, അവരുടെയൊക്കെ ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാവാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സംസ്ഥാനം, ഈ ഒരു ഹിമാചൽ പ്രദേശ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോ അടുത്തിടെ അല്ലെങ്കിൽ 2026 മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ശമ്പളം വെട്ടിക്കുറച്ച സംസ്ഥാനം, താൽക്കാലികമായിട്ട് വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്. അവിടുത്തെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവാണ്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, പുതിയ ആദായ നികുതി നിയമത്തെ കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിൻ ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ, ഒരു ക്യാമ്പയിനെ പറ്റിയാണ്. ക്യാമ്പയിന്റെ പേര് ഇതാണ്, എന്താണ്, പ്രാരംഭ 2026. എന്താണ് പ്രാരംഭ 2026? അപ്പൊ ഈ പറയുന്ന പ്രാരംഭിന് ഒരു പൂർണ്ണ രൂപം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ആ പൂർണ്ണ രൂപം? അതായത് പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത്. എന്താണ് പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത് എന്നുള്ളതാണ് പ്രാരംഭിന്റെ പൂർണ്ണരൂപം. അപ്പൊ കാര്യമായിട്ടൊന്ന് പഠിക്കാമേ. പ്രാരംഭിന്റെ പൂർണ്ണരൂപമാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലേ, പുതിയ ആദായ നികുതി നിയമത്തെ കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നുള്ള കാര്യം പഠിക്കുക. ദെൻ 2026 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യും, പുതിയ ആദായ നികുതി നിയമം എന്ത് ചെയ്യും, പ്രാബല്യത്തിൽ വരും കേട്ടോ. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കണം. ഇനി കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 2025 ആണ് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രാരംഭന്റെ ലക്ഷ്യം. അപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് 2025 ആണ് എന്ത് ചെയ്യുന്നത്, ഏപ്രിൽ 1 മുതൽ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. സോ അത് വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന പാരന്റ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം. ഇപ്പൊ എന്താ പറഞ്ഞേ, പാരന്റ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ തെലങ്കാനയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ബില്ലാണ് ഈ പറയുന്ന പാരന്റ് സപ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ബില്ല് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ നോക്കാത്ത ഗവൺമെന്റ് ജീവനക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഒരു ജനപ്രതിനിധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവരാരായാലും തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ ശമ്പളത്തിന്റെ 15% അല്ലെങ്കിൽ എന്താണ് 10,000 രൂപയോ ഇതിൽ ഏതാണോ കുറവ് അതെന്ത് ചെയ്യുന്നു, അവരുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്ത് ഈ പാരന്റ്സിന് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാരന്റ് സപ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം നോക്കി വളർത്തിയ പാരന്റ്സിനെ നോക്കാൻ ഇവർക്ക് സമയം ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് എങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം എന്ത് ചെയ്യുന്നു, അവർക്ക് നൽകുന്ന തരത്തിലൊരു ബില്ല് എന്ത് ചെയ്തിരിക്കുന്നു, തെലങ്കാന പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പൊ തെലങ്കാന എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി അറിയാലോ അല്ലെ, രേവന്ത് റെഡ്ഡിയാണ്. കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തലവനായ വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ
ഭരണത്തലവനായ വ്യക്തി ആര് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം അല്ലെ. കാര്യം നരേന്ദ്രമോദി എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് പവൻകുമാർ ചാംലിംഗ് ആണ്. അപ്പോ ഇവർ രണ്ടുപേരും ഒരാൾ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നു, ഒരാൾ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഈ പറയുന്ന നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, അതേപോലെ ഇപ്പൊ തേർഡ് ടൈം ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പദവി വഹിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തലവനായ വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സംസ്ഥാന നിയമസഭയിലും വരാം, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ലോക്സഭയും വരാം. അപ്പൊ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കാലം ആരാണ്, നരേന്ദ്രമോദിയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ പവൻകുമാർ ചാംലിംഗിന്റെ നേട്ടമാണ് എന്ത് ചെയ്തത്, മറികടന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ്. അപ്പോൾ അത് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ, അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത്. ദെൻ മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ. മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ചൈന, രണ്ടാമത് അമേരിക്ക, മൂന്നാമത് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും മെട്രോയുമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണ്ടേ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, കൊൽക്കത്തയിലാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ഏതാ, ഡൽഹിയാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്, നമ്മുടെ കൊച്ചിയാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്, കൊൽക്കത്തയിലാണ്, ഹൂഗ്ലി നദിയിലാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ എന്തുമായിട്ട് അറിഞ്ഞു വെച്ചേക്കുക, മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വെച്ചേക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ ഒരു ഒഡീസി നർത്തകി അടുത്ത എന്ത് ചെയ്തിരിക്കുന്നു, അന്തരിച്ചിരിക്കുന്നു. അവരുടെ പേരെന്ന് പറയുന്നത് മധുമിത റൌട്ട്. എന്താണ്, മധുമിത റൌട്ട് എന്നാണ്. ദെൻ ഈ ഒരു മധുമിത റൌട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഒഡീസി നർത്തകിയാണ്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമുണ്ട്. അതായത് 2026 മാർച്ചിൽ അന്തരിച്ച മുൻ ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ്, ലയണൽ ജോസ്പിൻ. ലയണൽ ജോസ്പിൻ ആണ്. സോ ഈ ഒരു പേര് കൂടി പഠിക്കുക. ലയണൽ ജോസ്പിൻ എന്ത് ചെയ്തു, 2026 അന്തരിച്ചു. ഇദ്ദേഹം മുൻപ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അതായത് 1997 2002 കാലയളവിലാണ് ഇദ്ദേഹം ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ട് പദവി വഹിച്ചെന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം 3 സ്റ്റേജിലാണ് നടക്കുന്നത് അല്ലെ. അപ്പോൾ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മെയ്യിലും ജൂണിലുമായിട്ട് നടക്കാം. അപ്പൊ ഈ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റാങ്ക് ഫെയിലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ SCRT ഫാക്ട് ഒക്കെ ആഡ് ചെയ്താണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ആണ്. ആർക്കാണ്, കബീ മദാനിക്കാണ് ഈ അവാർഡ് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അതിനുശേഷം പറഞ്ഞത് ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തെ പറ്റിയാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ഈ വിദ്യ എന്നാണ്. അപ്പൊ നമ്മുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിദ്യ എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, പുറത്തിറക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് പഠിക്കുക. അതിനുശേഷം പറഞ്ഞത് വീണ്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ തന്നെയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിനായുള്ള ക്യാമ്പയിൻ ഏതെന്നാണ്. അപ്പൊ അത് ഗ്രീൻ ബട്ടൺ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം പറഞ്ഞത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരമായിട്ട് നമ്മുടെ കേന്ദ്രം എന്ത് ചെയ്തിരിക്കുകയാണ്, ദേശീയ ഡെന്റൽ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിക്കുക. അതിനുശേഷം ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അവിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ ശമ്പളം എന്ത് ചെയ്തിരിക്കുന്നു, താൽക്കാലികമായിട്ട് വെട്ടിക്കുറച്ച കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിപുലേക്ക് ചുരം തുറക്കാൻ പോകുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താണ്, പ്രാരംഭം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ പറ്റിയാണ്. അതായത് പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത് എന്ന് പറയുന്ന പ്രാരംഭം എന്ന് പറയുന്ന ക്യാമ്പയിൻ. അതായത് പുതിയ ആദായ നികുതി നിയമം, അതായത് ഇൻകം ടാക്സ് ആക്ട് 2025. അപ്പൊ ഇപ്പൊ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന്റെ ഉള്ളൊരു ക്യാമ്പയിൻ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാരംഭം എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം പറഞ്ഞത് തെലങ്കാന നൽകിയ ഒരു ബില്ല്, തെലങ്കാന പാസ്സാക്കിയ ഒരു ബില്ലാണ്. അതായത് പാരന്റ് സപ്പോർട്ട് ബില്ല്. അതായത് അച്ഛനമ്മമാരെ നോക്കാൻ സമയമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് അല്ലെ. അതായത് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന ഒരു ബില്ലാണിത്. അതായത് ഈ ഒരു ബില്ലിന്റെ ഭാഗമായിട്ട് അവരുടെ ശമ്പളത്തിന്റെ 15% അല്ലെങ്കിൽ 10,000 രൂപ ഏതാണോ ഏറ്റവും കുറവ് അത് എന്ത് ചെയ്യുന്നു, ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്നു, അത് ആ പാരന്റ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പാരന്റ് സപ്പോർട്ട് ബില്ല് എന്ന് പറയുന്നത് പാസ്സാക്കിയത് തെലങ്കാന. അതിനുശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ
നാടിന്റെ ഭരണ തലവനായ വ്യക്തി എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ്. ഇദ്ദേഹം ഒരേ സമയം എന്താണ്, ഇദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു, അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമാണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു നേട്ടത്തിലേക്ക് ആരെത്തുന്നത്, നരേന്ദ്രമോദി എത്തുന്നത്. അതിനുശേഷം പറഞ്ഞത് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായിട്ടുള്ള മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ചൈന, രണ്ടാമത് അമേരിക്ക, മൂന്നാമത് ഇന്ത്യയാണ്. അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു. ഒന്ന് മധുമിത റാവുത്ത് എന്ന് പറയുന്നത് ഒഡീസി നർത്തകിയാണ്. അതേപോലെ തന്നെ ഒരു മുൻ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായ ലയണൽ ജോസ്പിനും എന്ത് ചെയ്തു, അന്തരിച്ചു. അപ്പോൾ അത് രണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? വാട്ടർ ആൻഡ് ജെൻഡർ, ദെൻ ഒബ്സർവിംഗ് ടുഡേ, പ്രൊട്ടക്ടിംഗ് ടുമോറോ, ഗ്ലേസിയർ പ്രിസർവേഷൻ, വാട്ടർ ഫോർ പീസ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 മാർച്ചിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായിട്ട് നിയമിതനായത് ആരാണ്? വിനയ് മോഹൻ ഖത്ര, സജീവ് സിംഗ്ല, നാഗേഷ് സിംഗ്, വിക്രം കെ ദൊരൈസ്വാമി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവന്റെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ അടുത്തിടെ മാധവ നോളജ് സെന്റർ ഇൻ മാത്തമെറ്റിക്സ് സ്ഥാപിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു മാത്തമെറ്റീഷ്യൻ ആണ്, കേരളത്തിലെ മാത്തമെറ്റീഷ്യൻ ആണ്. ദെൻ പൈയുടെ വിലയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച വ്യക്തിയാണ് അദ്ദേഹം. ദെൻ അത് മാത്രമല്ല ട്രിഗണോമെട്രിയിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ കാലാവധി അവസാനിക്കുന്ന രാജ്യസഭ ഉപാധ്യക്ഷൻ ആര് എന്നുള്ളതാണ്. അപ്പൊ അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹരിവംശ നാരായണൻ സിംഗ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. നമുക്കറിയാം രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയല്ല, അല്ലെ? അതിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കൃത്യമായ ഒരു കാലാവധി ഇല്ല, അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മാർച്ച് 24, 25 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.